വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ഹണി റോസ്. മണിക്കുട്ടന്റെ ജോഡിയായാണ് താരം സിനിമയിലെത്തിയത്. ആദ്യ സിനിമ ഇറങ്ങിയതിനു പിന്നാലെ തന്നെ താരത്തിന് തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ നിന്നും അവസരം ലഭിച്ചിരുന്നു. പതിവ് പോലെ തന്നെ മികച്ച സ്വീകാര്യതയാണ് അന്യഭാഷ ഈ താരത്തിന് നൽകിയത്. ട്രിവാൻഡ്രം ലോഡ്ജ്, 5 സുന്ദരികൾ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, റിംഗ് മാസ്റ്റർ, കുംഭസാരം, അവരുടെ രാവുകൾ, ചങ്സ് തുടങ്ങി മോഹൻലാലിന്റെ മോൺസ്റ്ററിൽ വരെ താരം അഭിനയിച്ചു. വരാനിരിക്കുന്ന റേച്ചൽ എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ് താരത്തിന്റെ സിനിമാ ജീവിതം. സിനിമയ്ക്കപ്പുറത്ത് സ്റ്റേജ് പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും താരം സജീവമായി പങ്കെടുക്കാറുണ്ട്. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തെ അങ്ങേയറ്റം മനോഹരമാക്കിയാണ് താരം മുന്നേറുന്നത്. മലയാളത്തിനു പുറമെ അന്യഭാഷകളിൽ നിന്നും മികച്ച അവസരങ്ങളാണ് താരത്തിനെ തേടിയെത്തിയത്. പരിചയ സമ്പന്നർക്കും സിനിമാ ബന്ധമുള്ളവർക്കും എളുപ്പത്തിൽ തുടക്കം കുറിക്കാമെന്നും സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ ആവശ്യമാണെന്നുമാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. പലരും ഇത്തരം കാര്യത്തെക്കുറിച്ച് തുറന്നു പറയാറുമുണ്ട്. എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ ബന്ധമോ പശ്ചാത്തലമോ ഇല്ലാതെയാണ് ഹണി റോസ് സിനിമയിൽ തുടക്കം കുറിച്ചതും മുന്നേറിയതും. അതിനാൽ തന്നെ അത്തരത്തിലൊരു ഗോഡ് ഫാദറിന്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും താരം പറയുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ തന്നെ പ്രണയ വാർത്തകളും ക്ഷണം നേരം കൊണ്ട് പ്രചരിക്കാറുണ്ട്. മലയാളത്തിലെ ഒരു യുവ നടനുമായി ഹണി റോസ് പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയിലെ നായകനുമായി ചേർത്താണ് ഇത്തവണ താരത്തിന്റെ പേര് ഉയർന്നു വന്നത്. നേരത്തെയും താരത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യം വ്യാപകമായി പ്രചരിപ്പിച്ചത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നാണ് ഹണി റോസ് തന്റെ പ്രണയ കഥകളെക്കുറിച്ച് പറയുന്നത്. സിനിമകളുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് താനെന്നും താരം വ്യക്തമാക്കുന്നു. യുവനടനുമായി പ്രണയത്തിലായ താരം ഉടൻ വിവാഹിതയാകുന്നു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ. സംഭവം വൈറലായി മാറിയതോടെയാണ് റിപ്പോർട്ടുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം വ്യക്തമാക്കി ഹണി റോസ് തന്നെ രംഗത്തെത്തിയത്.